ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കേക്കാണ്. വെറും ഒരു കേക്ക് അല്ല കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പിയാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കേക്കാണ് കേട്ടോ ഇത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഓട്സ്, ചോക്ലേറ്റ് ഒക്കെ കൂടി അടങ്ങിയിട്ടുള്ള ഒരു പൗഡറാണ് എടുത്തിട്ടുള്ളത്. അരക്കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഓട്സും ചോക്ലേറ്റും മാത്രമല്ല, ചിയ സീഡ്, പംകിൻ സീഡ്, ബ്ലാക്ക് റൈസിൻസ് ഇതെല്ലാം കൂടി അടങ്ങിയിട്ടുള്ളതാണ്. ഇത് പാലിൽ കലക്കി ഇങ്ങനെ കുറുക്കി കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ അവർ കഴിക്കാണ്ടായപ്പോഴാണ് ഞാൻ ഈ ഒരു പണി ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ. അധിക റേറ്റ് ഒന്നുമില്ല, എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് കേട്ടത്. അപ്പോൾ ഇത് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതിങ്ങനെയാണ് കിട്ടുക നമുക്ക്. അപ്പൊ ഇങ്ങനെ കിട്ടുമ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ്, അവരെ കഴിക്കുകയില്ല അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ഈ ഒരു അളവിനെ എടുത്തിട്ടുള്ളത്. അരക്കപ്പ് ഈ ഒരു ചോക്ലേറ്റ് പൗഡറും അരക്കപ്പ് ഗോതമ്പ് മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. രണ്ടും കൂടി മിക്സ് ആയിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒന്നുകിൽ 3 വട്ടം അരിച്ചെടുക്കുക, അതല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ കേക്ക് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ കേട്ടോ. ഇനി അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി മിക്സഡ് ഒരു ജാർ എടുക്കുക, നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ളതാണ്, വെള്ളത്തിന്റെ അംശം ഒന്നും പാടില്ല. കേക്കിനുള്ള മുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഫ്രിഡ്ജിൽ വെച്ച മുട്ട അപ്പത്തന്നെ ഉപയോഗിക്കരുത്, തണുപ്പ് മാറിയതിനു ശേഷം എടുക്കാൻ പാടുള്ളൂ. പിന്നെ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പും 1 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ട 2 നമ്മൾ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കുക, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അടിക്കരുത് കേട്ടോ. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൗഡർ കുറേശ്ശെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കണം. കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കുമ്പോൾ പൊടി മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ 2-3 തവണയായിട്ട് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഒറ്റ അടിക്കിട്ട് മിക്സ് ചെയ്യരുത്, ഇതുപോലെ ഒരേ ഡയറക്ഷനിലും വേണം മിക്സ് ചെയ്യാനായിട്ട്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു സമയം എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അടുത്തുള്ള ബെല്ലേക്കിന് ഒന്ന് എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് കേട്ടോ. ഇപ്പൊ പൊടിയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വേണ്ട ബാറ്റർ കിട്ടാനായിട്ട്. അപ്പൊ ഇതിലൊരു കാര്യം ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണമായിരുന്നു. അത് അടിക്കുന്ന സമയത്തായാലും ഇട്ട് കൊടുത്താൽ മതി, ഞാൻ പെട്ടെന്ന് മറന്നു പോയതാണ്. അപ്പൊ ഈ ഒരു പാനിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത്. 7 ഇഞ്ചിന്റെ ഒരു പാനാണ് കേട്ടോ. അപ്പൊ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്താലും മതി. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ തന്നെ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ മാത്രം ഈ ഒരു പണി ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ എന്തിനാന്ന് വെച്ചാൽ അത് പിന്നെ നന്നായി പൊന്തി നിൽക്കാതെ എല്ലാ ഭാഗവും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതിൽ തന്നെയാണ് ഞാൻ കേക്കൊക്കെ തയ്യാറാക്കുന്നത്. എനിക്കൊരു 25 മിനിറ്റ് കൊണ്ട് കേക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നത്, ബാക്കിയെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ബേക്കാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ കേക്ക് ബേക്കായി എന്ന് അറിയാൻ ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ അത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബേക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ ബേക്കായത് ഞാൻ ഇവിടെ എടുത്ത് മാറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു കേക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇപ്പൊ ചൂടൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ഒരു കത്തി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് കേട്ടത്. അപ്പൊ ഇത് വൈകുന്നേരം ചായയുടെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടത്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ ഒരു ചോക്ലേറ്റ് കേക്കിന്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ലിങ്ക് വേണമെന്നുള്ളവരൊന്ന് കയറി കണ്ടാൽ മതി കേട്ടോ. അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിച്ചത്. അപ്പൊ ഈ ഒരു കേക്കിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്